ഷാനവാസിനെ തകർക്കാൻ ശരത്തും അക്ബറും ശ്രമിക്കുന്നു. ഞാൻ അവനെ ഒരിക്കലും ഹീറോ ആക്കി ഇവിടെ വാഴ്ത്തത്തില്ല. അതുപോലെ ഇവൻ ഇവിടെ ഹീറോ ആയി കളിക്കണ്ട, അവന്റെ ഗെയിം തകർക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് അക്ബർ പറയുന്നു. അതുപോലെ തന്നെ അക്ബർ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ്, നമ്മുടെ വീക്കിലി ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ്. ശരത്ത്, നമ്മുടെ അപ്പാനി ശരത്ത് ഇടയ്ക്ക് കയറി ഒരു ഷോ ഇറക്കലല്ലേ, കുറച്ച് 3 ദിവസമായിട്ട് ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെ കയറിയാലും ഇല്ലാത്തതിനും പ്രശ്നം ഇല്ലാത്തതിനും ഉള്ളതിനൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഇടപെടുന്നു, ഓവർ ഷോ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ എനേബിളും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ 3-ാമത്തെ ദിവസമാണ്, എന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസത്തിന്റെ ബാക്കിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം എന്താണ്, ബിന്നി എന്തോ ഒരു 7:55 ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോൾ എന്താണ്, ശൈത്യ ഉറങ്ങുന്നത് ഇവള് കാണുന്നു. അപ്പോൾ ബിന്നി പോയിട്ട് അക്ബറിനെയും ശരത്തിനെ അടുത്ത് പറയേണ്ടത് അവൾ ഉറങ്ങാണ്, നമുക്ക് പോയെടുക്കാന്ന് പറയുന്നു. ശൈത്യ അപ്പോൾ ഉറങ്ങുകയായിരുന്നു, ശൈത്യ കിടന്ന് ഉറങ്ങുകയാണ് ബെഡില്. ഇവർ പതുക്കെ എടുത്തൊന്ന് ആ ഒരു റെഡ് വരയിലേക്ക് പോകാൻ പോയപ്പോഴത്തേക്കും ശൈത്യ എഴുന്നേൽക്കുന്നു. അത്രേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതാണ്, പോയിട്ടില്ല, പോവുകയാണെങ്കിൽ തന്നെ അപ്ഡേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ 8:05 ആയപ്പോഴത്തേക്കും മോർണിംഗ് ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ എന്താണ്, ഒരു 8:25 ആയപ്പോഴത്തേക്കും ഷാനവാസ് ആണെങ്കിൽ അനീഷിന്റെ ഈ ഇവിടെ വയറ്റിലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അനീഷ് പറയണ എന്റെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ തൊടാൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂ അല്ല, കുറച്ചങ്ങ് പോയി. വേറെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പിന്നെ 9:30 ആയപ്പോഴത്തേക്കും രേണു മറ്റേ സെപ്റ്റി ടാങ്കിന്റെ ഇഷ്യൂ അങ്ങ് ഇടുകയാണ്. രേണു ആണെങ്കിൽ നല്ല രീതിക്ക് ഫയർ ആവുന്നത്, അതിന്റെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കേണ്ട, അതിന്റെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കേണ്ട. അതുപോലെ അക്ബറും എന്താണ്, ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ സോറി തിരിച്ചെടുത്തു, നീ നിന്റെ സോറി കൊണ്ട് പോടാ, നിന്റെ സോറി ആർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു നല്ല ഫയർ ആകുന്നു. ഇന്നലത്തെ കേസിൽ ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒരാളെ പറ്റി ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി. കാരണം അവര് പുറത്ത് എങ്ങനെയോ കൊള്ളില്ലാത്തവരോ അല്ലെങ്കിൽ മോശമായ സ്ത്രീ എന്തോ ആയിക്കോട്ടെ, വാട്ടവർ. പക്ഷെ ഒരാളെ അവര് ബിഗ് ബോസ് പറയുന്നത് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഫണ്ണായിട്ട് എടുക്കേണ്ട കേസാണ്. പിന്നെ കുറച്ച് എന്താണ് ഇതോട്ടുള്ള പേരെടുക്കുക. പക്ഷെ ഈ സെപ്റ്റി ടാങ്ക് എന്നുള്ളത് ഭയങ്കര മോശമായി പോയി. അപ്പൊ അക്ബറിൽ നിന്നുള്ള ഭയങ്കര മോശമാണ്. ഈ അക്ബറിന്റെ ഒരു ടീം ഒരു ഗ്രൂപ്പിസം ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ശരത്ത് കിടന്ന് കാണിക്കുന്ന ഓവർ ഷോയും ഇതൊക്കെയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, സത്യം. അനീഷിന്റെ പിന്നെ നമുക്ക് സഹിക്കാം. അനീഷ് പിന്നെ ഇടയ്ക്ക് ഇരുന്നിങ്ങനെ ഞാൻ 10 കോയിൻ എടുത്തു, ഞാൻ 10 കോയിൻ എടുത്തു, ബിഗ് ബോസ് ഞാൻ 10 അന്നും 10 പ്രാവശ്യം പറയുന്നല്ലാതെ വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ രേണു സുധിയ ഭയങ്കര ഫയർ ആകുന്നുണ്ട്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അക്ബറിന് കണക്കിനിട്ട് കിട്ടുന്നുണ്ട് സംഭവം. കാരണം അക്ബറിന്റെ ഭാഗത്താണല്ലോ തെറ്റുള്ളത്. അപ്പോൾ അക്ബർ മിണ്ടുന്നില്ല, വേറെ രീതിക്കൊന്നും മിണ്ടുന്നില്ല. പിന്നെ എന്താണ്, മറ്റേ വാക്പോര് എന്ന് പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് അവർക്ക് കൊടുക്കുകയാണ്. എന്തിനോ വേണ്ടി കൊടുത്തൊരു ടാസ്ക്കാണ് എനിക്ക് തോന്നി. അതിന് വേറെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഇതിന് കൊടുക്കായിരുന്നു. മോർണിംഗ് ടാസ്ക് വേറെ ഒന്നുമല്ല, വാക്പോരാണ്. വേറെ ഈ 3 പേരുടെ കയ്യിൽ, ഇപ്പൊ ജിസേലിന്റെ കയ്യിലായാലും ആദില നോറയുടെ കയ്യിലായാലും ആര്യന്റെ കയ്യിലായാലും റേസ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ബാഡ്ജ് ഉണ്ട്. ആ ബാഡ്ജ് നിങ്ങൾക്ക് കിട്ടാനുള്ള എത്ര യോഗ്യതയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഡിബേറ്റ് ആണ് നടത്തേണ്ടത്. അപ്പൊ ആദ്യം ജിസേലാണ് വരുന്നത്, ജിസേൽ പറയാണ്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആണ് ഇത് ഉണ്ടാക്കിയത്, എന്റെ കയ്യിലുള്ള ചോര പൊടിഞ്ഞിട്ടൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കിയത്, ഇത് സ്വന്തമാക്കിയത് പറയുന്നു. നെവിൻ ആണെങ്കിൽ എനിക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടൊരു ഇതാണ്, ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ, അപ്പൊ എനിക്ക് ഡ്രസ്സ് നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്താ, ജിസേലിനോട് പറയാണ്, ജിസേൽ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ മേക്കപ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അതായിട്ട് ശാരിക അവരുടെ കാര്യങ്ങൾ പറയുന്നു, ആദില നോറയുടെ കാര്യം പറയുന്നു. ഒനീൽ വന്നിട്ട് എന്താണ്, ഞാൻ 200 ഇവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓക്കെ, അപ്പൊ എനിക്കായിരിക്കും അതിനുള്ള ഇതെന്ന് പറയുന്നു. ആര്യം പറഞ്ഞു, എനിക്ക് ഇതിന് അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ആര്യം ഇതാക്കുന്നു. അപ്പൊ എന്താണ്, ഇവിടെ ജിസേലും നെവിന്റെ കേസിൽ നെവിന് കൂടുതൽ സപ്പോർട്ട് വരുന്നു, ജിസേലിനെ ഇത് കിട്ടുന്നില്ല, ജിസേലിന് ബാഡ്ജ് നഷ്ടമാകുന്നു. അതുപോലെ ബാക്കി ആദില നോറയ്ക്കും ആര്യനും ബാഡ്ജ് നഷ്ടമാകുന്നില്ല കേട്ടോ. അപ്പൊ ഈ കേസ് പറഞ്ഞിട്ടും ജിസൈൽ ഭയങ്കര ദേഷ്യമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ ഭയങ്കരമായിട്ട്, കാരണം
അതെല്ലാവർക്കും വരുന്നത്. ഇപ്പം ഞാൻ പോയപ്പോഴും നിങ്ങളാരെങ്കിലും പോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം വസ്ത്രം ഇല്ലെങ്കിൽ നമുക്കൊരു ഇതുപോലെയാണ്. പക്ഷെ നമ്മുടെ വസ്ത്രം പോയല്ലോ, വീണ്ടും വസ്ത്രം നമ്മുടെ ഡ്രസ്സുകൾ പോയല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും. അത് തന്നെയാണ് ജിസൈലിലൂടെ നടന്നത്. ജിസൈലിന് ഭയങ്കരമായിട്ട് ദേഷ്യമായി. പിന്നെ ഉള്ളൊരു ഇഷ്യൂ ആണ് അവിടെ മൊത്തം. ജിസൈൽ കുറച്ച് പൊട്ടിത്തെറിച്ചു നെവിൻ്റെ ഫാഷൻ ഫോട്ടോഗ്രാഫ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തത്, ഡ്രസ്സ് കൊടുത്തത് എന്തിനാണ്, അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ് മാത്രമാണ്. പിന്നെ എന്താണ് 12 കാലത്തേക്ക് 12 കാലമായപ്പോഴാണ് ജിസൈൽ ഡ്രസ്സിനെ പറ്റി ദേഷ്യപ്പെടുന്നത്. അതുപോലെ അക്ബറാണ് ജിസൈലിന്റെ ബാഡ്ജ് എടുത്തതെന്നുള്ളത് ഇവളറിയുന്നു, ജിസൈൽ അറിയുന്നു. ഇതിന്റെ ഇടയ്ക്ക് ജിസൈൽ ഇതെല്ലാം പാക്ക് ചെയ്തപ്പോൾ ജിസൈലിന്റെ ബാഡ്ജ് കാണുന്നില്ല. അപ്പോൾ ഇത് ആരെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അക്ബറാണ് എടുത്തത്. അപ്പൊ അത് മനസ്സിലാക്കുന്നു. എന്നിട്ട് അക്ബറിനോട് പോയിട്ട് വീണ്ടും ഒരു ഫൈറ്റ് നടക്കുകയാണ്. നിങ്ങൾ ചെയ്തില്ലേ, നിങ്ങൾ അതിന്റെ ബാഡ്ജ് എടുത്തില്ല, അത് നിങ്ങൾക്ക് കർമ്മയായിട്ട് കിട്ടിയതാണ്, നിങ്ങൾക്ക് ഒരു ഗോൾഡൻ കോയിൻ നഷ്ടമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ചൊരു ക്ലാഷ് നടക്കുകയാണ്. പിന്നെ 1:25 അനിമോള് ബിൻസി, രന ഫാത്തിമ, പിന്നെ ഒരു ശൈത്യ ഉണ്ടെന്ന് തോന്നുന്നു. ശൈത്യയോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അനിമോള് പറയണേ, എനിക്ക് ശരത്തിന് ഇഷ്ടമല്ല, ശരത്തിന് സ്വഭാവം ശരിയല്ല, ശരത്തിനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, എനിക്ക് അറിയില്ല, ശരത്തിനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ശരത്ത് അത്രയ്ക്കും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ അനിമോളോടായാലും അനിമോൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, നേരത്തെ കേസാണ് പറയുന്നത്. അനിമോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പിൽ സത്യത്തിൽ നിന്ന് മാറും, അവള് ഗെയിം കളിച്ചിട്ടുണ്ട്, അവൾക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. ശരത്തിന് അത് പിടിച്ചു, ശരത്തിന് അറിയാം അവൻ ഗ്രൂപ്പിലുള്ളതെന്ന്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായി പുറത്ത് ഇങ്ങനെയും പോവോ എന്നുള്ള പേടി അവനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശരത്ത് അനിമോളിനെതിരെ അങ്ങനെ പ്രതികരിച്ചത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ശരത്തിന്റെ ഒരു സംഭവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ശരത്തിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറിയില്ല എന്താണെന്തോ, എനിക്ക് എന്തോ പറയാൻ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫസ്റ്റ് എന്തോ വലിയ ബോസി ഫീലിംഗ് ആണ് എനിക്ക് കണ്ടിട്ട്. ഇപ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാലും ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാനുള്ളത് മര്യാദക്ക് പ്രോപ്പറായിട്ട് പറയാം. അതിന് ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ 1:55 എല്ലാവരും ലിവിങ് ഏരിയയിൽ നിൽക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നു, ജിസൈൽ എഴുന്നേറ്റ് നിൽക്കൂ, നിങ്ങളോട് പറഞ്ഞതല്ലേ ഡ്രസ്സുകളെല്ലാം. ഇപ്പോൾ ജിസൈലാണെങ്കിൽ ഒരു ബ്ലാക്ക് കുർത്ത എന്തോ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സും അയച്ചു കൊടുക്കണമെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾക്ക് നന്ന് യൂണിഫോം മാത്രം ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. പിന്നെ 4-5 ആയപ്പോഴത്തേക്കും വീക്കിലി ടാസ്ക് ഡേ 2 വീക്കിലി ടാസ്ക് നടക്കുകയാണ്. ഷാനവാസിന് ഗോൾഡൻ കോയിൻ കിട്ടിയ കാര്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഗോൾഡൻ കോയിൻ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വേറൊരാളെ ഇതാക്കിയിട്ട് ആ ആൾക്കും കൂടി ഗോൾഡൻ ടാസ്കിൽ ഗോൾഡൻ കോയിൻ കിട്ടണം. നമ്മൾ ഇന്നലത്തെ അതേ സംഭവം തന്നെ വീണ്ടും ഷാനവാസിന് കൊടുക്കുന്നു. അങ്ങനെ 3 ഘട്ടത്തിലായിട്ടാണ്. ആദ്യത്തെയും രണ്ടാമത്തെ ഘട്ടത്തിൽ 3 പേര് വെച്ച്, അവസാനത്തെ ഘട്ടത്തിൽ 2 പേര് വെച്ച് പോകണം. അതിൽ ജിസൈലും ബിന്നിയും രനയും പോവുകയാണ്. ജിസൈലിന് 14 ടാസ്ക് കൊടുന്നു. ജിസൈലിന് 14 കോയിൻ കിട്ടുന്നു, ബിന്നിക്ക് 13, റെനക്ക് 14 കിട്ടുന്നു. പിന്നെ രണ്ടാമത്തത് അനു ഷാനും ഷാനവാസും അഭിലാഷാണ് പോകുന്നത്. അനുവിന് 12 കിട്ടുന്നു, ഷാനവാസിന് 15 കിട്ടുന്നു, അഭിലാഷിന് 18 കോയിൻസ് കിട്ടുന്നു. പിന്നെ അക്ബറും ആര്യനാണ് ലാസ്റ്റ് പോകുന്നത്. അക്ബറിന് 23ഉം ആര്യന് 17ആണ് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ഗോൾഡനും പിന്നെ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബ്ലാക്ക് കോയിൻ ഇവർക്ക് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഗോൾഡനും ഡെസ്റ്റിനി എന്ന് പറയുന്ന കല്യാണമുള്ളത്. അപ്പൊ ഈ അക്ബർ അപ്പൊ ഇത് ആരും എടുത്തില്ല എന്ന് വെച്ചാൽ ഈ കളിച്ച 8 പേരും എടുത്തിട്ടില്ല. ഗോൾഡനും എടുത്തിട്ടില്ല, ഡെസ്റ്റിനി കോയിൻ എടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് 2 പേർക്ക് എടുക്കാം, പക്ഷെ ഏറ്റവും ലീഡിങ്ങിൽ നിൽക്കുന്നത് അക്ബർ ആയതുകൊണ്ട് തന്നെ അക്ബറിന് തീരുമാനിക്കാം ഈ ഗോൾഡൻ ആരെടുക്കണം ഡെസ്റ്റിനി ആരെടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ ഓഫ് കോഴ്സ് ഡെസ്റ്റിനി എടുക്കുന്നു. അതുപോലെ അഭിലാഷിന് ആ ഗോൾഡൻ കോയിൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പവർ പറയുന്നത്, ഈ ഡെസ്റ്റിനി കോയിന്റെ പവർ എന്താണെന്ന് വെച്ചാല്, ഈ 4 പേര് പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നുള്ള ടാസ്കിൽ 4 പേര് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ ബിൻസി, ശൈത്യ, ജിസേല്, ഷാനവാസ്.
ഈ 4 പേരിൽ ഒരാളെ നിങ്ങൾക്ക് അകത്തേക്ക് കയറ്റുകയും അകത്ത് നിന്നും ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ പകരത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, അതാണ് സംഭവം. അപ്പോൾ ഒരാളിന് പകരം മറ്റൊരാളെ കയറ്റുകയും വേണം, അതിൻ്റെ അകത്തു നിന്നുള്ളവർ ഇപ്പുറത്തേക്ക് ആക്കുകയും വേണം. അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അഭിലാഷ് എന്താണ് അഭിലാഷൻ സോറി അക്ബർ പറയാണ്, ഞാൻ എന്താണ് ഷാനവാസിനെയാണ് വിളിക്കുന്നത്, എന്നിട്ട് രഞ്ജിത്തിനെ പുറത്തേക്കാക്കുന്നു. അപ്പോൾ രഞ്ജിത്തിനെ പുറത്താക്ക്. പക്ഷെ ഇവർ മണ്ടന്മാരാണ്. ഇവർ ബാക്കിയുള്ള 3 പേരിൽ ഒരാളെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഷാനവാസ് ഓക്കെ, ഷാനവാസിനെ എടുത്തു. ഷാനവാസിനെ കട്ടിൽ കിടന്നാലും പൊക്കാൻ പറ്റില്ല, ഓക്കെ, സമ്മതിക്കുന്നു. ഷാനവാസിനെ മാറ്റിയിട്ട് രഞ്ജിത്തിനെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം രഞ്ജിത്ത് ഉറങ്ങില്ലായിരിക്കും. രഞ്ജിത്ത് ഉറങ്ങില്ല, അത് നമുക്കറിയാം. അതിൽ തളർന്ന ഒരാളെ ഇപ്പോൾ സരിഗേച്ചിനെ കൊണ്ടായാലും സരിഗേച്ചിയും ഉറങ്ങത്തില്ല. ഒന്നുകിൽ അനീഷ് ക്യാപ്റ്റനാണ്, അനീഷിനെ പറ്റത്തില്ല. പിന്നെയോ അല്ലെങ്കിലും നെവിനെയോ സുഖമായിട്ട് എടുക്കും. കാരണം നെവിനൊക്കെ കടന്ന് ഉറങ്ങും, ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ അത് ഇപ്പോൾ ടാസ്കിലായാലും അവർ ഉറങ്ങും. അപ്പോൾ അവർ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ, ഇപ്പൊ രഞ്ജിത്തിനെ പോലുള്ള ആൾക്കാർ ഉറക്കമൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് വേണ്ടായിരുന്നു തോന്നി. സാരില്ല, അപ്പൊ പോയില്ലേ. അതുകൊണ്ട് അഭിലാഷിന്റെ പവർ പറയണ, അഭിലാഷ് ഇപ്പോൾ ഷാനവാസ് നിയമിച്ചത്, ഷാനവാസ് ആര്യനെയാണ് വീണ്ടും നിയമിക്കുന്നത് ഇത് ഗോൾഡൻ കോയിൻ എടുക്കാൻ. അപ്പൊ അത് എടുക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് ബിഗ് ബോസ് പറയാണ് അഭിലാഷിനോട്, എന്താണ് ഷാനവാസിനും ആ പവർ നഷ്ടമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അഭിലാഷിനോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്യാം അടുത്ത ആഴ്ചത്തേക്ക് എന്ന് പറയുന്നു. അപ്പൊ അഭിലാഷ് ഒന്നും നോക്കാതെ ഷാനവാസിന്റെ പേര് പറയുന്നു. 5 മണിയായപ്പോഴത്തേക്കും അക്ബറും ഷാനവാസും ഇത് പറയാണ്. അക്ബർ ശരത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയാണ്, ഞാൻ അഭിനയിക്കായിരുന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം പറയാണ്. അതാണോ നോക്കട്ടെ, അതല്ല, സോറി അതല്ല. അതിനു മുൻപ് അക്ബറും ആര്യനും ശരത്തും കൂടി പ്ലാൻ ചെയ്യാണ് ഈ 4 പേരിൽ നിന്ന് ഒരാളെ പുറത്താക്കാനുള്ളത്. അതിനെപ്പറ്റി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അത് അവിടെ എത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ 6 മണിക്ക് വീണ്ടും ബിഗ് ബോസ് വിളിക്കുകയാണ്. നിങ്ങൾ ഈ ബാഡ്ജ് കിട്ടാത്ത ആൾക്കാർ വീണ്ടും എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ നോക്കുന്നു. അപ്പോൾ ബിന്നി ആണെങ്കിൽ ഈ സാധനങ്ങൾ കൊടുക്കുന്നതിന് മുൻപ് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അക്ബർ അത് വിഷയമാക്കുന്നു. ഇത് പറ്റത്തില്ല, നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഷാനവാസ് ആണെങ്കിൽ അക്ബറും ശരത്തിനോടൊക്കെ അങ്ങ് ഒരസിൽ നടക്കുകയാണ്, ഫൈറ്റ് നടക്കുകയാണ്. 7:05 ആയത്തേക്കും ഷാനവാസ് ഈ അപ്പാനിനോടും അക്ബറിനോട് പറയാണ്, ഞാൻ 2 ദിവസം മുൻപ് കിടന്നത് എൻ്റെ അഭിനയമായിരുന്നു, ഞാൻ ഉറങ്ങിയില്ലായിരുന്നു എന്ന് പറയുന്നു. ഇവർ സരിക ഒന്ന് തല പൊക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യം ഇങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ബിൻസിനോട് ഈ ഷാനവാസ് ഈ കാര്യം പറയുന്നു. അപ്പൊ ബിൻസി പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്ത് എന്തിനാണ്? ഇപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അവസാനം ഞങ്ങളെ ചതിക്കുന്നൊരു പോലെയായിരുന്നു. നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അഭിനയിച്ചത്? ഞങ്ങൾ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലെന്ന് പറഞ്ഞിട്ട് ബിൻസി ആണെങ്കിൽ ഷാനവാസിനോട് ഭയങ്കര ഒച്ച. ബിൻസി ഇന്ന് മുതലാണ് ഒന്ന് വാ തുറക്കുന്നത്, നല്ല രീതിക്ക് പ്രതികരിക്കാൻ തുടങ്ങിയത് കേട്ടോ. ബിൻസി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷാനവാസിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസിന്റെ കാര്യം തീർന്നു. 7:30 ആയത്തേക്കും വീക്കിലി ടാസ്കിന് ലാസ്റ്റ് ഘട്ടത്തിലെത്തി. ലാസ്റ്റ് വെച്ചാൽ ആരാണ് ടോപ്പ് 2 എന്നുള്ള സംഭവം എത്തി. അതിൽ അക്ബറും അഭിലാഷാണ് ടോപ്പ് ഇതിൽ നിൽക്കുന്നത്. അക്ബർ വിന്നർ ആകുന്നു. വീക്കിലി ടാസ്കിൽ വിന്നർ അക്ബർ ആകുന്നു. അങ്ങനെ അപ്പോൾ വീക്കിലി ടാസ്ക് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അക്ബറും പിന്നെയും സംസാരിക്കുകയാണ്. 8:30 അക്ബറും പിന്നെയും സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, അക്ബറെ, ഗോതമ്പ് ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഈ ഒരാഴ്ച തീരുന്ന വരെ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് നാളെ നിങ്ങൾ ഇത് എടുക്കാൻ പോകുമ്പോൾ ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അരിയില്ല, പരിപ്പും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡും ഇല്ല, ആട്ടപ്പൊടി ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാണ് ഇവര്, നിവിൻ പറയാൻ എനിക്ക് ഫുഡ് ഇല്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഫുഡ് തന്നെ എടുക്കണമെന്ന് പറയുന്നു. അക്ബറും അത് ഓക്കെ ആണെന്ന് പറയുന്നു. പിന്നെ 9:55 ലൈറ്റൊക്കെ ഓഫാക്കുന്നു. എല്ലാവരും മറ്റേ ടാസ്കിലുള്ളവർ പുറത്തേക്ക് പോകുന്നു. എല്ലാവരും 4 പേരിൽ നിന്നും ഒരാളെ പുറത്താക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നു. വേറെ ഒന്നുമല്ല, അക്ബറും ശരത്താണ് ഭയങ്കര പ്ലാനിങ്. വെളുപ്പിന് എഴുന്നേറ്റിട്ട് ആരെങ്കിലും പുറത്താക്കണം എന്നുള്ള പ്ലാനിങ് ഇരിക്കുന്നു.
അപ്പൊ എപ്പിസോഡ് അത്രേ ഉള്ളൂ. പിന്നെ പ്ലസിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ അനീഷ് ബിൻസി പറയുന്ന കേസുകളൊന്നും കേൾക്കാത്തതുകൊണ്ട് ബിൻസി ഒരു ഫയർ ആവുന്നുണ്ട് അവിടെ കിടന്നിട്ട്. ബിൻസി ഭയങ്കര രീതിയിൽ ഫയർ ആവുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല. പിന്നെ എനിക്ക് ഞാൻ പറയുന്നത്, ശരത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ആവും. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തേത് ഗ്രൂപ്പിസം എന്ന് പറയുന്നത് തന്നെ പ്രേക്ഷകർക്ക് ഒരു കലിയാണ്. ഗ്രൂപ്പിൽ കിടന്നിട്ട് കളിക്കാൻ എല്ലാവർക്കും പറ്റും, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാമെന്ന് പഠിക്കാമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഞാൻ പറയുന്നത് അക്ബറാണ് അതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. ഈ ഗ്രൂപ്പിൽ മെയിനായിട്ട് കളിക്കുന്നത് അക്ബറാണ്. അക്ബറിന് ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാം. ശരത്ത് ഇപ്പൊ ശരത്ത് കയറി, ഇപ്പൊ ശരത്താണെങ്കിൽ ഓവർ ഹൈപ്പാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നമുള്ള സ്ഥലത്ത് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ നെഗറ്റീവ് ആകുകയുള്ളൂ ശരത്തിന് തന്നെ. പിന്നെ ആര്യൻ ഒറ്റയ്ക്ക് കളിക്കും, പക്ഷെ ഇടയ്ക്ക് ഇവരുടെ ഗ്രൂപ്പിൽ വരും. അഭിലാഷും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ഈ 4 പേര് ഒറ്റയ്ക്ക് കളിച്ചാൽ നല്ല രീതിയിൽ തന്നെ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് 4 പേര് മതി സീസൺ കൊണ്ടുപോകാം. പക്ഷെ എനിക്കറിയില്ല, ഗ്രൂപ്പിലാവുന്നുണ്ട്. അനുമോൾ ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്, PR വർക്കുകളൊക്കെ നടക്കുന്ന കേസൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ് ഗെയിമേഴ്സിനെ നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുക, കളിക്കുന്നവർ മാത്രം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞൊരു പ്രൊമോ ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ നാളെ ഞാൻ ഇന്ന് ലൈവ് അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല, കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് ലൈവ് അപ്ഡേറ്റ് ഇടാത്തത്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നേക്കും. ബൈ.